ഭൗതികമായി പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ. 18-ാം നൂറ്റാണ്ടിന് മുൻപുള്ള ഒരു വേദഗ്രന്ഥം വേണ്ട ഒരു ഭൗതിക ഗ്രന്ഥം. നിങ്ങൾക്ക് പെണ്ണിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭൗതിക രാഷ്ട്രമീമാംസാ ഗ്രന്ഥങ്ങളുണ്ട്, നമ്മുടെ അടുത്ത വേദഗ്രന്ഥങ്ങളുണ്ട്. ഇവയിലെല്ലാം തന്നെ പെണ്ണിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്നത് കാണാൻ കഴിയും. അവളുടെ അവകാശങ്ങളെക്കുറിച്ച് ഉള്ള പരാമർശം കാണാനേ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം, അവകാശങ്ങളെക്കുറിച്ച്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അവിടെ വേറിട്ട് നിൽക്കുന്നു. ഖുർആൻ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനത്തിൽ വലഹുന്ന മിത്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവൾക്ക് കേവലം ഉത്തരവാദിത്വങ്ങൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് ന്യായമായ അവകാശങ്ങളുണ്ട്. ബിൽ മഅറൂഫ് എന്നാണ് ആ പദം തന്നെ മണിക്കൂറുകൾ വിശദീകരിക്കേണ്ടത്. സ്ത്രീക്ക് ന്യായമായും ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. സ്ത്രീയുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം ഒരു തലത്തിലും സ്ത്രീയെ അവഗണിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പലപ്പോഴും സ്ത്രീയെ ഉപയോഗപ്പെടുത്തുന്നവർ, സ്ത്രീകളെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപഭോഗ വസ്തുവാക്കി തീർക്കുന്നവർ, അവർക്ക് സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട്, കൃത്യമായി നാം മനസ്സിലാക്കണം, അവളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് അവളെ ചൂഷണം ചെയ്യുകയാണ് പലപ്പോഴും ഉപഭോഗ ത്വരയുടെ ആളുകളുടെ താല്പര്യം. അവിടെ ഇസ്ലാം എതിര് നിൽക്കുന്നുണ്ട്. സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കാണുന്ന സംസ്കാരത്തോട് ഇസ്ലാം എതിര് നിൽക്കുന്നു. സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെ, ആരുടെ മുന്നിൽ എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സ്ത്രീയുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുക വഴി സ്വാഭാവികമായും അവൾക്ക് വന്നുഭവിക്കുന്ന ജൈവികമായ പ്രയാസങ്ങളിൽ, ജീവശാസ്ത്രപരമായി സൗന്ദര്യപ്രകടനം വഴി ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ മുഴുവനും സ്ത്രീക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ജൈവിക പ്രയാസങ്ങളിൽ അവൾക്ക് താങ്ങും തണലുമായി നിൽക്കാമെന്ന് ചുരുങ്ങിയത് 2 ആളുകളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത തന്റെ പുരുഷന്റെ മുന്നിലാണ് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് എന്നും, അല്ലാത്തിടത്തോളം അത് അവളുടെ തന്നെ മാനക്കേടിനും പ്രയാസത്തിനും പീഡനത്തിനും മാത്രമേ കാരണമാകൂ എന്നുമുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഈ നിലപാടിനോട് പലപ്പോഴും ആധുനികത എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരം എതിര് നിൽക്കുന്നു. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളായിരുന്നാലും നമ്മുടെ സംസ്കാരത്തിന്റെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി നാം എത്തി നിൽക്കുന്ന ഏത് തലമെടുത്താലും അവിടെ പ്രധാനപ്പെട്ട ഉപഭോഗ വസ്തു തന്നെ സ്ത്രീയാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ വിശദീകരിക്കാത്തന്നെ നിങ്ങൾക്കറിയാം. അവിടെ ഇസ്ലാം എതിര് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ പരമാവധി തമസ്കരിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു മീഡിയകൾ എന്ന് നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ. നിങ്ങൾക്കറിയാം, ഒരേ മീഡിയ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ചിലപ്പോൾ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇന്നുണ്ട്, ഇന്നലകളിൽ ഭാരതീയത പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയമുണ്ടായിരുന്നു. ഓരോ സമയത്തും അങ്ങനെയാണ്. മീഡിയക്ക് അതിന്റെ താല്പര്യമുണ്ട്, മീഡിയക്ക് മീഡിയയുടേതായ താല്പര്യമുണ്ട്. മീഡിയ സാമ്രാജ്യത്വത്തിന്റെ കയ്യിലെ ഒരു ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരേ വസ്ത്രം, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരേ വസ്ത്രം, ആ വസ്ത്രം ഒരു കന്യാസ്ത്രീ ധരിക്കുകയാണെങ്കിൽ ആ വസ്ത്രത്തിന്റെ സിംബിളൈസേഷൻ എന്താണ്? നമ്മുടെ BBC-യോ CNN-ഓ എന്ത് തന്നെയാകട്ടെ, ഒരു വസ്ത്രം ഇങ്ങനെ കാണിക്കുന്നു, മുഖം കാണുന്നില്ല, അല്ലെങ്കിൽ അതിന് മതചിഹ്നങ്ങളൊന്നും കാണുന്നില്ല. ഏകദേശം കന്യാസ്ത്രീയുടെ വസ്ത്രത്തിന് തത്തുല്യമായ വസ്ത്രമാണ്. നമ്മുടെ മനസ്സിൽ കടന്നു വരിക കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ സിമ്പിൾ ആയിക്കൊണ്ടാണ്. ഇതേ വസ്ത്രം തന്നെ അങ്ങനെ ആ വസ്ത്രം ഇങ്ങനെ കണ്ട ആളെ കണ്ടതിന് ശേഷം പെട്ടെന്ന് ആളുടെ പേര് പറയുന്നു, ഒരു മുസ്ലിം സ്ത്രീയുടെ പേരാണെന്ന് വിചാരിക്കുക. മനസ്സിലെ ചിത്രം മാറിയില്ലേ? മനസ്സിലെ ചിത്രം ഏതാണ്? ഇവൾ മതമൗലികവാദി, അതല്ലെങ്കിൽ ജഡത്വത്തിന്റെ ആൾ, പിന്നോക്കം, അതല്ലെങ്കിൽ സ്ത്രീയെ പീഡിപ്പിക്കുന്ന ആളുകൾ കരുനിൽക്കുന്ന ഒരു പെണ്ണ് എന്നെല്ലാമുള്ള ചിത്രമായി മാറി. ഇത് നമ്മുടെ മനസ്സിൽ തന്നെ മീഡിയ ഉണ്ടാക്കുന്ന ഇരട്ട സ്റ്റാൻഡേർഡുകളാണ്, ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്. അതിനുവേണ്ടി തന്നെ മീഡിയ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും മീഡിയ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ആ സംഭവങ്ങൾക്ക് ഇസ്ലാം ഉത്തരവാദിയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ എല്ലാം ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റെതായ ചരിത്രം ഉണ്ടാവും. ആ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ത്യ 1947 മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു.
ബ്രിട്ടീഷുകാരുടെ ഭരണം വരുന്നതിന് മുമ്പ് പോർച്ചുഗീസുകാരായിരുന്ന പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ ഭരണമുള്ളപ്പോൾ തന്നെ ഇവിടെ രാജഭരണം ഉണ്ടായിരുന്നു. രാജഭരണത്തിന് മുൻപ് ഇവിടെ ഗോത്രാധിപത്യ ഭരണ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഓരോ സമ്പ്രദായത്തിനും അതിൻ്റെതായ സാമൂഹ്യ മൂല്യക്രമങ്ങൾ ഉണ്ടാകും. ഈ സാമൂഹ്യ മൂല്യക്രമത്തിൽ ആ ഓരോ ഭരണക്രമത്തിനും അതിൻ്റെതായ മൂല്യക്രമങ്ങൾ ഉണ്ടാകും. ആ ഭരണക്രമത്തിൽ ഉള്ള മൂല്യക്രമമാണത്, അതല്ലാതെ അവിടുത്തെ ജനതയുടെ മൂല്യക്രമമല്ല. ഇപ്പോ ബ്രിട്ടീഷുകാരുടെ ഭരണ സമ്പ്രദായത്തിൽ ഉള്ള മൂല്യക്രമവുമായി നമുക്ക് യോജിച്ചു പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരമുണ്ടായത്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനമായി നമുക്ക് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്നും മിഡിൽ ഈസ്റ്റിൽ കുവൈറ്റിനെ പോലെയുള്ള സ്ഥലങ്ങളായിരുന്നാലും മറ്റ് സ്ഥലങ്ങളായിരുന്നാലുമെല്ലാം അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള, അവിടുത്തെ രാഷ്ട്രമീമാംസയുടെ തലമായി ജനം തെരഞ്ഞെടുത്തിട്ടുള്ളത് രാജഭരണ സമ്പ്രദായമാണ്. രാജഭരണ സമ്പ്രദായമാണ്. അത് മനസ്സിലാക്കണം. ഇവിടുത്തെ പോലുള്ള ഒരു ജനാധിപത്യ ഭരണക്രമമല്ല. രാജഭരണ സമ്പ്രദായത്തിൽ രാജാവ് തീരുമാനിക്കുന്നതാണ് അവിടുത്തെ നിയമം. പലപ്പോഴും നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെ പോലെയുള്ള സമ്പ്രദായങ്ങളിൽ ഉള്ളതുപോലെയുള്ള നിയമക്രമം അല്ല അവിടെ നിലനിൽക്കുന്നത്. ഇത്തരം സാമൂഹ്യ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജാവിന്റെ തീരുമാനമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഭരണക്രമത്തെ അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുകയല്ല ഇസ്ലാം ചെയ്യുക. ഏത് ഭരണക്രമമാണെങ്കിലും ആ ഭരണക്രമത്തെ മൂല്യവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന അവസ്ഥ, ആ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന അവസ്ഥ ഈ നമ്മുടെ ആധുനികമെന്ന് നമ്മൾ പറയുന്ന യൂറോപ്പിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിലെല്ലാം നിലനിന്നിരുന്ന അതേ ഒരു ഭരണക്രമമാണ്, ഭരണാവസ്ഥയാണുള്ളത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിൽ സ്ത്രീക്ക് വോട്ടവകാശത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു എന്ന് നമുക്കറിയാം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിൽ സ്ത്രീക്ക് വോട്ടവകാശത്തിന് വേണ്ടി മാത്രമല്ല, അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു എന്ന് നമുക്കറിയാം. ഇതേപോലെ തന്നെ അവൾക്ക് അനന്തരാവകാശത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു എന്ന് നമുക്കറിയാം. 1858 ഇംഗ്ലണ്ടിൽ, ഇന്ന് ലോകത്തിന്റെ മുഴുവനും തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കൂത്തരങ്ങായി പറയപ്പെടുന്ന ഇംഗ്ലണ്ടിൽ സ്ത്രീക്ക് സ്വത്ത് സ്വന്തം പേരിൽ സമ്പാദിക്കുവാനുള്ള അവകാശം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ആ പ്രദേശങ്ങളിലുള്ള ഗോത്രാധിപത്യ ഭരണ വ്യവസ്ഥിതി, അവിടുത്തെ രാജാധിപത്യ വ്യവസ്ഥിതിയിൽ സ്ത്രീയുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് അവർക്ക് തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാർത്തകളെല്ലാം കടന്നു വരുന്നത്. അവിടെ ഇസ്ലാമിന് കാര്യമായ റോളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പെണ്ണിന് വോട്ടവകാശം അനുവദിക്കണമെന്നോ അനുവദിക്കേണ്ടതില്ല എന്നോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം കൃത്യമായി ഏത് ഭരണക്രമമാണെങ്കിലും അവിടെ ഏത് തരത്തിൽ സമൂഹത്തിന്റെ പരിണാമത്തിനനുസരിച്ചുള്ള ഏത് തരം ഭരണക്രമം കടന്നു വരുമ്പോഴും അവിടെ കൃത്യമായ മൂല്യവൽക്കരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ദർശനമാണ് ഇസ്ലാം. അവിടെ സ്ത്രീയുടെ വോട്ടവകാശത്തിന് ഇസ്ലാം എതിരല്ല. ഇസ്ലാം എതിരായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നും പെണ്ണ് ഒരിക്കലും തന്നെ വോട്ട് ചെയ്യൂലല്ലോ. നമുക്കറിയാം, കേരളത്തിൽ മുസ്ലിം സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു, മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു. അത് ഇന്നും നിലയുള്ളതല്ല. പതിറ്റാണ്ടുകളായി ഇവിടുത്തെ മുസ്ലിം സമൂഹം കേരളം രൂപീകരണത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ജനാധിപത്യ പ്രക്രിയ തുടർന്ന കാലഘട്ടം മുതൽക്ക് തന്നെ മുസ്ലിം സമൂഹം ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തുടർന്നു വരുന്ന പ്രക്രിയയാണിത് എന്നുള്ളതാണ് സത്യം. അപ്പോ ഇസ്ലാമിന് അവിടെ റോളില്ല, മറിച്ച് അവിടുത്തെ സാമൂഹ്യ ക്രിയയാണ്. ആ സാമൂഹ്യ ക്രിയയെ ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിക്കുന്നത്, ഇസ്ലാമിനെ അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് മീഡിയ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അവകാശങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കണം എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയാണ്. അതിന്റെ ലക്ഷ്യമാകട്ടെ സ്ത്രീയെ ഐഡലൈസ് ചെയ്തുകൊണ്ട് അവളെ ചൂഷണം ചെയ്യുക എന്നുള്ള ലക്ഷ്യപാട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. വളരെ സംക്ഷിപ്തമായി ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം.